ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? നമുക്കൊന്നൊരു സോസേജ് കറി ഉണ്ടാക്കാം കേട്ടോ. അതിനോട് സോസേജ് ഐസ് ഇടാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്കത് സോസേജ് ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് സബോള ഇട്ടിട്ട് അതും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കട്ടിയിൽ അരിഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങൾ നൈസായിട്ട് അരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും. പിന്നെ പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. പിന്നെ എല്ലാവർക്കും അറിയണതാണല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് കുറച്ച് ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് തക്കാളി, ഒരു 2 വലിയ തക്കാളി ഇട്ടിട്ട് നമുക്ക് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അതും വാടുന്ന വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് മസാലയായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, ചിക്കൻ മസാലയുടെ പൊടി ഇതൊക്കെ ഇട്ടിട്ട് അതും പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായി വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം മസാലയിലേക്ക്. എന്നിട്ട് അതിലേക്ക് സോസേജ് ഇട്ടിട്ട് അതൊന്ന് ഒരു 15 മിനിറ്റ് മതിയാവും കൈ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ 15 മിനിറ്റ് അത് അടച്ച് വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള സോസേജ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.